ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇടുന്ന കേട്ടോ. ഇതാണ് എൻ്റെ വീട്. സത്യം പറഞ്ഞാൽ വലുതൊന്നുമല്ല, ചെറിയൊരു വീട് ആയി. അതൊരു ഇതേ ഉള്ളൂ. വലുതായിട്ടൊന്നും ഞാൻ പണിയണമെന്ന് വിചാരിച്ചിട്ട് പണിയല്ല, ചെറിയൊരു വീട് ഞാൻ പണിയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുമ്പായിട്ട് ആദ്യം വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അതിനു മുമ്പായിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാം. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങാൻ പോവാണ്. അപ്പം ആ ചാനൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് 50 ലൈക്ക് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പേരും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് എൻ്റെ വീടിൻ്റെ ബാൽക്കണി കൂടെ ചുമ്മാ ഇങ്ങനെ നിന്ന് നോക്കാം, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പേരും പിന്നെ തുടങ്ങണമെങ്കിൽ 50 ലൈക്കും അത് നിങ്ങൾ തരണം കേട്ടോ. ഓക്കെ, അത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീടിൻ്റെ പേര് കണ്ടോ, കൊട്ടാരത്തിൽ ഹൗസ്. ഓക്കെ, എങ്ങനെയുണ്ട് പേരെങ്ങനെ? ചെറിയൊരു വീടാണ്, ഒരു ഒറിജിനാലിറ്റി കിട്ടുന്ന പോലെയൊക്കെ പണിഞ്ഞാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഉണ്ടോ, ഒരു ചെറിയൊരു ഇടക്കാം. ഞാൻ എൻ്റെ ഫാം എന്തായാലും നിങ്ങളൊന്ന് കാണിച്ചു തരാം. എന്നാൽ എൻ്റെ ഫാം നിങ്ങളൊന്ന് കണ്ടു നോക്കണം എൻ്റെ മച്ചാന്മാരെ, നിങ്ങൾ ഞെട്ടിപ്പോവും. ചുമ്മാ അറിഞ്ഞാട്ടെ, ഞെട്ടത്തൊന്നുമില്ല. ഒരു ബിൽഡിങ് പോലെ ഇരിക്കുന്ന ഫാമാണ്. പിന്നെ ഞാൻ കളിക്കുന്നത് ക്രിയേറ്റ് ആട്ടോ. ക്രിയേറ്റ് എനിക്ക് പറ്റുന്നുള്ളൂ, കാരണം നമുക്കെല്ലാം പണിഞ്ഞിട്ട് സർവൈവൽ കളിക്കാം. ഇപ്പം നമുക്കെന്തായാലും ക്രിയേറ്റ് കളിക്കാം. ഓക്കെ, അപ്പം ക്രിയേറ്റ് ഇതെൻ്റെ ഇതാട്ടോ, ബിൽഡിങ് പോലത്തെ ഫാം. ചെറുതായിട്ടൊന്ന് ലാഗടിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ബിൽഡിങ് അല്ല, ഫാം. സൈഡിൽ നോക്കുന്ന വ്യൂ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. ഇത് ഞാൻ കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ല, ലാവയും വെള്ളവും കൊണ്ടുണ്ടാക്കിയ ഒരു വീടാട്ടോ. പിന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നു, കുറച്ച് കട്ട അല്ലാണ്ട് വന്നു, അതൊക്കെ പൊട്ടിച്ച് ഷേപ്പ് ആക്കണമായിരുന്നു. നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മൊത്തം ഇതായിരുന്നു പണി. അപ്പം അങ്ങനെ അത് സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകം കാണിക്കാം കേട്ടോ. അകത്ത് ചന്ദ്ര അങ്ങനെയാണ് ഇരിക്കുന്നത്. ആട്ടെ, അത് കയറി വന്നു, സാരിയില്ല. ഇതാണ് ഇതിൻ്റെ അകം എന്ന് പറയുന്നത്. തൃശ്ശൂർ കൊട്ടാരത്തിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. ഇവിടുന്ന് തുടങ്ങാം. ഇവിടെ 2 കുതിര നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഫാമിന് നിങ്ങളൊരു പേര് കണ്ടുപിടിക്കണം കേട്ടോ. ഈ ഫാമിന് പേര് ഞാൻ ഇട്ടിട്ടില്ല. ഇതിന് വേറൊരു ലെയറും കൂടെ വരും കേട്ടോ. മേളിൽ 2 ലെയറാണ്, താഴത്തെയും മേളിലത്തെയും. ഇതിനൊരു പേര് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ഡോൾഫിനുണ്ട് കണ്ടോ, ഡോൾഫിനൊക്കെ നീന്തി കളിക്കുന്നു കണ്ടോ, ഡോൾഫിനൊക്കെ നീന്തി കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഡോഗിനെയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ, കുറച്ച് ഡോഗൊക്കെ നമുക്ക് വേണം നമ്മുടെ വീടല്ല ഫാമിൽ. ചുമ്മാ ഇട്ടതാ കേട്ടോ. ഫാമെന്ന് പറയാൻ പറ്റത്തില്ല, ഫാമിൽ ഡോഗും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ കുറച്ച് ബേർഡ്സിനെ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ. ബേർഡ്സിനെ ഉണ്ടാക്കിയത് ഇപ്പം കൂട് ഇങ്ങനെ ആയിപ്പോയി. ചത്തു പോകാമെന്ന് തോന്നുന്നല്ല, പിശിക്ക് ഇരുന്നട്ടെ. ചത്തു പോകാൻ അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ കുറച്ച് പശുവുണ്ട്, അതിന് സൈഡിലായിട്ട് കുറച്ച് പുല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പശുവിനെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ചെറിയൊരു ഫാം കണ്ടോ, ചെറിയൊരു ഫാം. വേണം ഒരു ഫാമൊക്കെ കിട്ടുന്നതല്ലേ. ഒരു ലെയറിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഒന്ന് അളവെടുക്കട്ടെ. ഓക്കെ, ഇത്രയും നിലവില്ല, അത് മതി. അതുകൊണ്ട് ഇവിടുന്ന് വരും കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം പണിഞ്ഞ് കാണിച്ചു തരാം. 2 ലെയറാക്കാനാണ് പ്ലാൻ. ഇവിടുന്ന് ഇങ്ങോട്ടല്ല, ഇവിടുന്ന് ഈ ഒരു ലെവലിൽ അങ്ങനെ മൊത്തം പണിഞ്ഞ് വരും. അപ്പോൾ 2 ലെയറാകും. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസ് നമുക്ക് വെളിയിൽ നിന്ന് കൊടുക്കാം. അകത്തുനിന്ന് കൊടുക്കുന്ന കുറച്ച് പാടായിരിക്കും. അപ്പം നമുക്ക് വെളിയിൽ നിന്ന് സ്റ്റെയർ കേസ് കൊടുക്കാവേ. ഓക്കെ, വെളിയിൽ നിന്ന് നമുക്ക് സ്റ്റെയർ കേസ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡ് ലുക്ക് കാര്യങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ വില്ലേജ് നിങ്ങൾക്ക് കാണണ്ടേ. എൻ്റെ വില്ലേജ് ഉണ്ടോ, എൻ്റെ വില്ലേജ് എന്നെ പേടിയാണ്. വില്ലേജർക്കൊക്കെ എന്നെ പേടി, എന്നെ ചെയ്യാനാണല്ലോ. ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കത്തി ഇരിപ്പുണ്ട്.
അതങ്ങ് ഞാൻ എടുക്കും, അറിയാം, അത്രേ ഉള്ളൂ. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കത്തി അങ്ങ് എടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഉപദ്രവിക്കത്തൊന്നുമില്ല, ഞാൻ പാവാട്ടോ, ഞാനങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല. എനിക്ക് ഉപദ്രവിക്കണം എന്നങ്ങനെ ആഗ്രഹമൊന്നുമില്ല, പാവം വില്ലേജേഴ്സിനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല, കൊല്ലുകയുള്ളൂ, മനസ്സിലായില്ലേ? ഉപദ്രവിക്കത്തില്ല, ഞാൻ കൊല്ലും. കണ്ടോ, എൻ്റെ അടുത്ത് നിൽക്കാത്തതുകൊണ്ടല്ലേ രണ്ടാമത്തെ അടി കൊള്ളേണ്ടി വന്നേ. ഇവനെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് രാജാവിൻ്റെ ഒന്ന് വഴുത മാറി പോകുന്നു കേട്ടോ. അവനെ ഞാനിപ്പോൾ കൊന്നു കാണിക്കാവേ. കണ്ടോ, ഒളിച്ചു നിൽക്കുകയാണ് അവനെ. ചിഷ്കു ചത്തു കണ്ടോ. പക്ഷെ ഞാൻ എന്നൊക്കെ ചെയ്താലും ഞാൻ അയങ്കോളത്തിനെ കൊല്ലത്തില്ല കേട്ടോ. കാരണം അവൻ എത്ര അടിയൊക്കെ കൊണ്ടിട്ട് അവന് അവശനായിട്ടിരിക്കും. അയ്യോ, സത്യം പറഞ്ഞാൽ ഒരു നല്ല രസം. എൻ്റെ ഫാം അപ്പുറത്തായിരുന്നല്ലേ. ഇവിടെ നിന്ന് കാണാൻ പറ്റിയൊരു ഒരു ഒരു സാധനം ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. പിന്നെന്താ, അയ്യോ, നമുക്ക് ഈ വീടല്ല ഈ ഫ്ലാറ്റ് ഒരു കൈ കൊണ്ടല്ല പണിഞ്ഞ. കാരണം കൈ കൊണ്ട് ഈ ഫ്ലാറ്റ് ഒരാൾക്കും പണിയാൻ പറ്റത്തില്ല. ഒരാൾക്കെന്നല്ല, ചിലപ്പം നിങ്ങൾക്കൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് പണിയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് സമയമെടുത്ത് അങ്ങനെ പണിയുന്ന കാര്യത്തിൽ എനിക്കില്ല. എനിക്ക് എളുപ്പ വഴിയേ ഞാൻ എന്തിനാണേലും ഞാൻ നോക്കുകയുള്ളൂ. അപ്പം കൈ കൊണ്ട് മെനക്കെടുത്ത് ലാവയും വെള്ളവും വെച്ച് ഉണ്ടാക്കിയൊരു വീടാട്ടത്. പക്ഷെ പണി ഉണ്ടായിരുന്നു കേട്ടോ, പണി ഇല്ലായിരുന്നല്ല, നല്ല പണിയുണ്ടായിരുന്നു. കട്ടൊക്കെ വിന്യസിച്ചെടുക്കണമായിരുന്നു. പിന്നെ സൈഡൊക്കെ ഒരു നല്ലൊരു ഇതായിട്ട് എടുക്കണമെങ്കിൽ അത് കുറച്ച് പാടായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. പ്രത്യേക സൈഡിൽ ലൈനിങ് ഇല്ല, പുറകിൽ കാണും ലൈനിങ്. പുറകിൽ ഒരു ലൈനിങ് ഉണ്ട് കണ്ടോ, ലൈനിങ് പോലെ കട്ടിങ് കണ്ടോ, അതങ്ങനെയാണ് കണ്ടോ. നല്ല രസമല്ലേ കാണാൻ, അടിപൊളിയല്ലേ. പിന്നെ കോർണറിൽ അങ്ങനെ, പിന്നെ ഇവിടെ സൈഡിൽ. പിന്നെ എന്താ, പിന്നെ ഇങ്ങനെ നോക്കിയാൽ നമുക്കതിൻ്റെ ടോപ്പിൽ നോക്കാം. ടോപ്പിൽ വലുതായിട്ടൊന്നും എൻ്റെ ഒരു വില്ലേജർ മാത്രം ഓടി നടപ്പുണ്ട് കേട്ടോ. വില്ലേജർ മാത്രം ഓടി നടക്കുന്നു. അത്രേ ഉള്ളൂ. ചെറിയ കട്ടയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മേളൊന്നും ഞാൻ ശരിയാക്കിയിട്ടില്ല, അതാരും കാണുന്നില്ലല്ലോ. എനിക്ക് ആരും മേടിക്കണ്ട, ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങും. സർവൈവൽ അല്ലെങ്കിൽ ഓക്കെ അല്ലേ. അപ്പം ഇതൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു മറ്റേ സാധനം ഇങ്ങനെ കയറുമ്പോൾ അങ്ങനെ അടയത്തില്ല, ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യണം. പിന്നെന്താ, നല്ല രസമുണ്ടല്ലേ പാട്ടിട്ടിട്ട് ഇങ്ങനെ. ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഞാൻ ഇത് കളിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ കളിക്കുമ്പോൾ ഇതൊക്കെ റിയൽ ലൈഫിൽ കളിക്കുകയായിരുന്നെങ്കിൽ എന്നാ രസമായിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കും. അതുപോലെ തന്നെ നമ്മൾ ബസ് സിമുലേറ്റർ റിയൽ ലൈഫിൽ ഒരു മോഡ് ഇങ്ങനെ കയറ്റാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ മേടിച്ചിട്ട് അതിലിരുന്ന് വണ്ടി ഓടിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ബിലേനോയാണ് ഇഷ്ടം. അപ്പം ബിലേനോയൊക്കെ ഇങ്ങനെ ഓടിച്ച്, അല്ലെങ്കിൽ തന്നെ വേറെ ബസ്സോ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നല്ല രസമായിരിക്കുമല്ലേ. തലേ അങ്ങനെയൊക്കെ പറ്റുമായിരുന്നെങ്കിൽ സത്യം പറയാമല്ലോ, ഞാൻ എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ട് മേടിച്ചിടും. കാരണം എനിക്ക് വണ്ടികളോട് കുറച്ച് ഇഷ്ടമുള്ള കേട്ടോ. ഇവിടെ മറ്റേ സാധനം കൊടുക്കാമല്ലേ, അങ്ങനെ ഇതിങ്ങനെ കൊടുത്താൽ ഇവിടെ ഈ ഗോൾഡിൻ്റെ നമുക്ക് പൈസയുണ്ട്. നമുക്ക് പൈസ കണ്ടോ, പൈസയുണ്ട്. നമുക്ക് എന്ത് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഭയങ്കര പണക്കാരാണ് ബ്രോ. അതായത് നമുക്ക് രാത്രിയൊന്നോ പകലൊന്നോ ഒന്നുമില്ല, അങ്ങനെ മേടിച്ചങ്ങ് ഇടും. പിന്നെ ഈ വീഡിയോയ്ക്ക് അത് പിന്നെ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിൽ കളിക്കുന്നുണ്ടെന്നിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ അങ്ങനെ ഇടുന്ന കേട്ടോ, അല്ലാണ്ടൊന്നുമില്ല.
എനിക്ക് ഇപ്പോൾ തീരെ വ്യൂസ് കുറവാട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിന് തീരെ വ്യൂസ് കുറവാണ്, അതിൽ സബ്സ്ക്രൈബേഴ്സും കുറവാണ്. എന്നാൽ 300 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് അനങ്ങിയേ ഉള്ളൂ, നല്ലതായിട്ടൊന്നും നമുക്ക് അനങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അതാരാ ഇപ്പം അങ്ങോട്ട് പോയേ? ഞങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി അതിൽ നമുക്ക് വീഡിയോസൊക്കെ ഞാൻ എന്തായാലും വീഡിയോസ് ഇടും. കാരണം ഇനിയൊരു നല്ലൊരു ദിവസമല്ലേ, ക്രിസ്മസൊക്കെ ആയില്ലേ, നമുക്കിനി വീഡിയോസൊക്കെ ഇടാമല്ലോ. ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് കട്ട അടിച്ചുകൊണ്ട് പോകുന്നു. എന്നത് മണ്ണൊക്കെ അടിച്ചെന്ന് തോന്നുന്നു, ബ്ലോക്ക് അടിച്ചുകൊണ്ട് പോകുന്നു. എന്ത് ചെയ്യാൻ ഓടിയോ അവൻ? അതേണ്ട പോടാ. പോയില്ല. രണ്ടെണ്ണം ഉണ്ടോ? ഇല്ല ഒരെണ്ണം ഉള്ളു. രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. ഇതെന്നത് കൂട്ടസമ്മേളനോ? എന്തൊരു കഷ്ടമാണ്. ഓക്കെ, അപ്പം നമ്മുടെ വീട്ടിലെന്തായാലും കയറാം. ബാൽക്കണിയിൽ പോയി നിൽക്കാം അങ്ങോട്ട് മേലെ. ഇതെന്തൊരു സത്യം മനസ്സിലാവുന്നില്ല. ഇങ്ങനെ റൂം കിടന്നിട്ട് ഇതാണ്. അതന്നെ നല്ല രസമില്ലേ, കിടിലം വൈബൊക്കെ അല്ലേ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം ഉറക്കം വരുന്നു, നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പേര് നോക്കണം, അതിൽ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം പേരൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം പുതിയ യൂട്യൂബ് ചാനലിന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഫുള്ള് നിങ്ങളുടെ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ വേണ്ടി തിരിച്ചു വരാമെന്ന് പ്രതീക്ഷയെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.